ഒരു പേഷ്യൻറ്റിന് സംശയമാണ്. പേഷ്യൻറ്റിന് എംബ്രിയോ ഫ്രീസ് ചെയ്തു IVF ചികിത്സയുടെ ഭാഗമായിട്ട്. അപ്പം പിന്നീട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് ഒരു പോളിപ്പ് ഉണ്ട്, അഡെനോമാറ്റസ് ഹൈപ്പർപ്ലേസിയ ആണെന്ന് കണ്ട് അത് ക്യാൻസർ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്യാൻസർ അല്ല, പക്ഷെ ഒരു പ്രീ ക്യാൻസറസ് ലീഷനായിട്ട് തന്നെ എടുക്കണം. നമ്മളത് പേഷ്യൻറ്റിനെ നിരീക്ഷിക്കണം. നമ്മളത് പിന്നീട് ചിലപ്പോൾ അത് പ്രോഗ്രസ് ചെയ്യുക. അപ്പോൾ പിന്നീട് പോളിപ്പണിക്ക് റിമൂവ് ചെയ്ത് ആ പേഷ്യൻറ്റിനെ നമ്മൾ നിരീക്ഷണത്തിൽ വയ്ക്കണം. തടിപ്പുകളോ വല്ലതും ഉണ്ടെങ്കിൽ അത് ഇതായിട്ട് വരാം. അപ്പം അഡെനോമാറ്റസ് ഹൈപ്പർപ്ലേസിയ ഉണ്ടെങ്കിൽ നമ്മളതിനെ അവഗണിക്കരുത്. അങ്ങനെയുള്ള എൻഡോമെട്രിയത്തിൽ ഇംപ്ലാന്റേഷൻ അഫക്റ്റ് ചെയ്യപ്പെടാം. പ്രഗ്നൻസി കിട്ടാനുള്ള സാധ്യത കുറയാം. പിന്നീട് നമ്മൾ പ്രഗ്നൻസി കിട്ടി കഴിഞ്ഞാലും അബോർഷനുള്ള സാധ്യത കൂടുതലാണ്. കാര്യം അവർക്കൊരു ഹോർമോൺ ഡിസോർഡേഴ്സിൻ്റെ ഭാഗമായിട്ടും ഈ അവസ്ഥ വരാം. അതുകൊണ്ട് ഇത് ക്യാൻസറസ് അല്ല, പക്ഷെ അവിടെ ആ പേഷ്യൻ്റ് നിരീക്ഷണത്തിൽ ഇരിക്കേണ്ടതാണ്. എന്താണ് ഗർഭാശയ ആവരണത്തിൻ്റെ കട്ടിയും പ്രഗ്നൻസി ഔട്ട്കമും തമ്മിലുള്ള ബന്ധമെന്ന് ചോദിച്ചാൽ, ഈ ആവരണത്തിൻ്റെ കട്ടി കൂടുതലായിട്ടുള്ള അവസ്ഥയായ അഡെനോമാറ്റസ് ഹൈപ്പർപ്ലേസിയ ഉള്ളവരിലൊക്കെ അവർക്ക് ഇംപ്ലാന്റേഷൻ ഭ്രൂണം ഗർഭാശയ ഭിത്തിയെ പറ്റി പിടിച്ച് വളരാൻ പ്രോബ്ലം വരാം. അവരുടെ ഭ്രൂണത്തിന് ഗർഭപാത്രത്തിന് ആവണത്തിൽ വളരാനുള്ള സാധ്യത കുറവായിരിക്കും. ഒരു യൂട്രൈൻ റിസപ്റ്റിവിറ്റി കുറയും. അവർക്ക് പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ്, അബോർഷൻസ്, വളർച്ചക്കുറവ്, ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. ഒരു അബ്നോർമൽ എൻഡോമെട്രിയത്തിൽ എപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലാണ്. ഗർഭപാത്രത്തിൻ്റെ ആവണത്തിൻ്റെ കട്ടി കൂടുന്ന അവസ്ഥയാണ് തിക്കൻ എൻഡോമെട്രിയം. നോർമലി നമ്മൾ ഫോളിക്കുലർ ഫേസിങ് എൻഡോമെട്രിയം ഒരു 2 to 4 millimeter, അതായത് അണ്ടം പൊട്ടുന്നതിന് മുമ്പ്, അണ്ടം പൊട്ടി കഴിഞ്ഞിട്ട് 8 to 12 millimeter വരാം. ഒരു 50 millimeter കൂടുതൽ ആവണത്തിൻ്റെ വലിപ്പം വരുന്നതിനെയാണ് നമ്മൾ തിക്കൻ എൻഡോമെട്രിയം എന്ന് പറയുന്നത്. അത് പ്രഗ്നൻസി കൊണ്ട് വരാം, ഫൈബ്രോയിഡ് കൊണ്ട് വരാം, പോളിപ്പ് കൊണ്ട് വരാം, ഗർഭപാത്രത്തിൻ്റെ ആവണത്തിൻ്റെ വർഷങ്ങൾ മസിലിലൂടെ വ്യാപിക്കുന്ന അഡിനോമൈസ് എന്ന് പറഞ്ഞ അവസ്ഥ കൊണ്ട് വരാം. അവിടെ നമ്മൾ തിക്കൻ എൻഡോമെട്രിയം ആണെങ്കിൽ നമ്മൾ നോക്കണം, അത് ഇൻഫെർട്ടിലിറ്റി ഉണ്ടോ, ഫാമിലി കംപ്ലീറ്റഡ് ആണോ, ബ്ലീഡിങ് ഉണ്ടോ, അല്ലെങ്കിൽ ഡിസ്ചാർജ് ഉണ്ടോ എന്ന് നോക്കി നമ്മളത് ട്രീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. തിക്കൻ എൻഡോമെട്രിയം നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതാണ്. പല കാര്യങ്ങൾക്കുണ്ട് അത് വരാം. തിക്കൻ എൻഡോമെട്രിയം ഹോർമോൺ ചേഞ്ച് കൊണ്ട് വരാം. അതിന് വന്ധ്യതയ്ക്കൊരു വന്ധ്യതയ്ക്ക് ഒരു കാരണമായി എന്ന് വരാം. അപ്പോൾ നമ്മൾ ഏജ്, രോഗിയുടെ ലക്ഷണങ്ങൾ, രോഗിയുടെ രോഗത്തിൻ്റെ കാരണം എന്നിവയെ ബേസ് ചെയ്ത് വേണം ചികിത്സ തീരുമാനിക്കുക.